നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന്റെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യം. കേരള വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി നിവേദനങ്ങൾ നൽകി. പ്ലാനിംഗ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി അതിനു പകരം കിഫ്ബിയെ കുടിയിരുത്തുന്നവർ ആ കിഫ്ബിയുടെ പേരിലും ജനങ്ങൾക്ക് മേൽബാധ്യത അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. രാപ്പകൽ സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിറകുമുളക്കാത്ത കാസർഗോഡ് പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതി. അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ടായിട്ടും ഒരു പതിറ്റാണ്ടിലേറെ കാലമായി പൊടിപിടിച്ചു കിടക്കുകയാണ് ഈ സ്വപ്ന പദ്ധതി. നാടക് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുതിർന്ന നാടക പ്രവർത്തകരുടെ സംഗമം 6-ന് രാവിലെ 9 മുതൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. അഭിനയ പഴമക്കുരു പെരുമ എന്ന പരിപാടി ശില്പികനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്ര പ്രസിദ്ധമായ പൂച്ചക്കാട് മകാം ഉറൂസ് ഏപ്രിൽ 10 മുതൽ 20 വരെ നടക്കും. സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം തബാസ്കോ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ ബഷീർ മാളികയിൽ നിർവഹിച്ചു. ആവിക്കര ALP സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. പ്രഭാവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊടവടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയുടെ 50ാമത് വാർഷികാഘോഷവും സുവർണോത്സവം 2025-ന് തിരിതെളിഞ്ഞു. ക്ഷേത്രതന്ത്രി AK കൃഷ്ണദാസ് വാഴന്നൂർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വ്യാപാരികളുടെ പ്രയാസങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുക കേരള വ്യാപാര വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി നിവേദനങ്ങൾ നൽകി. കാഞ്ഞങ്ങാട്ടെ വ്യാപാരികൾ നേരിടുന്ന വിവിധങ്ങളായ പ്രയാസങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി കാഞ്ഞങ്ങാട് നഗരസഭ ഹോസ്ദുർഗ് പോലീസ് RTO എന്നിവർക്ക് വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം നൽകി. കോൺക്രീറ്റ് ജോലിക്ക് വേണ്ടി ഏപ്രിൽ 1 മുതൽ അടച്ചിട്ട കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കണമെന്നും കാഞ്ഞങ്ങാട്ടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പകൽ സമയങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും നിയമ നടപടികൾ സ്വീകരിച്ച് വാടക നൽകിയും ഉപജീവനത്തിനായി വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഉത്സവകാലത്ത് കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നടത്തുന്ന വഴിയോര വ്യാപാരം നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. നമ്മളിവിടെ വന്നത് കാഞ്ഞങ്ങാട് വ്യാപാരി വ്യവസായി സമിതിയുടെ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്നലെ ചേർന്ന അടിയന്തര യോഗം ചേർന്നുകൊണ്ട് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് 6 മാസത്തേക്ക് അടച്ചിട്ടതിൻ്റെ ഫലമായി വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നത് ആ ഭാഗത്തുള്ള വ്യാപാരികളാണ്. അത് ഏത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെന്നോ വ്യാപാരി വ്യവസായ സമിതിയെന്നോ എന്നിൽ നോക്കാതെ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കാഞ്ഞങ്ങാട് പട്ടണത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവപ്പെടുന്ന പ്രയാസം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് അടിയന്തര പരിഹാരം കാണണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ RTO അതുപോലെ തന്നെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ പത്രമാധ്യമ സുഹൃത്തുക്കൾ എന്നിവരെല്ലാം കണ്ടുകൊണ്ട് അടിയന്തരമായും പരിഹരിക്കപ്പെടേണ്ട വിഷയം എന്ന നിലയിൽ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഇന്ന് പൊതുജനങ്ങളും വ്യാപാരി സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണം എന്ന നിലയിലാണ് ഞങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് നിവേദനം എന്ന നിലയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വ്യാപാരി വ്യവസായ സമിതി നേതാക്കന്മാരായ T. സത്യൻ, KV സുകുമാരൻ, KV ദിനേശൻ, M. ഗംഗാധരൻ, അനിത രമേശൻ, N. മധുസൂദനൻ, സോണി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്ലാനിംഗ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി അതിനു പകരം കിഫ്ബിയെ കുടിയിരുത്തിയവർ ആ കിഫ്ബിയുടെ പേരിലും ജനങ്ങൾക്ക് മേൽബാധ്യത അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ UDF നടത്തുന്ന രാപ്പകൽ സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനം നൽകേണ്ട വാർഷിക പദ്ധതി വിഹിതം നൽകാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുകയും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ലോക്സഭയിൽ പാസ്സാക്കി രാജ്യസഭയിൽ ആ ബില്ല് വരുമ്പോൾ രാത്രി 12 മണിയായി.
ഇന്നിപ്പോൾ ഞാനിവിടെ വരുമ്പോൾ നമുക്കറിയാം, മെനഞ്ഞാന്ന് വഖഫ് ബില്ല് രാത്രിയിൽ പാർലമെന്റിൽ വോട്ടിനിട്ടത് വെളുപ്പാങ്കാലത്ത് 3 മണിക്കാണ്. 3 മണിക്ക് വോട്ടിട്ട് ആ ബില്ല് അവർ പാസ്സാക്കി. ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഞങ്ങൾ ഡിവിഷൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ ആ ബില്ലിനെതിരെ അതിശക്തമായി വോട്ട് രേഖപ്പെടുത്തി എല്ലാവരും. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ തോന്നുമ്പോഴാണ് അവർ പറയുന്നത് 1 ബില്ലും കൂടി ഞങ്ങൾ എടുക്കുക. UDF മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ MK റഷീദ് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, KPCC സെക്രട്ടറി M അസിനാർ, CMP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V കമാരൻ, മുസ്ലിം ജില്ലാ വൈസ് പ്രസിഡന്റ് NA ഖാലിദ്, UDF നിയോജകമണ്ഡലം കൺവീനർ CV ഭാവനൻ, MP ജാഫർ, M കുഞ്ഞികൃഷ്ണൻ, KP മോഹനൻ, KK ബാബു, ബഷീർ ആറങ്ങാടി, ഷിബിൻ ഉപ്പിലിക്കൈ, സിജോ അമ്പാട്ട്, C ശ്യാമള, കമ്മാടത്തു, ദേവേന്ദ്രൻ ചേടിറോഡ്, ബദ്രുദ്ദീൻ, KK ജാഫർ, P കമലാക്ഷ, NK രത്നാകരൻ, PV ചന്ദ്രശേഖരൻ, സുജിത് പുതുക്കൈ, ശരത് മരക്കാപ്പ് എന്നിവർ സംസാരിച്ചു. UDF മണ്ഡലം കൺവീനർ KP ബാലകൃഷ്ണൻ സ്വാഗതവും രാജൻ ഐങ്ങോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിറകുമുളക്കാതെ കാസർഗോഡ് പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതി. അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ടായിട്ടും 1 പതിറ്റാണ്ടിലേറെ കാലമായി പൊടിപിടിച്ചു കിടക്കുകയാണ് ഈ സ്വപ്ന പദ്ധതി. വടക്കൻ കേരളത്തിലെ ടൂറിസം വികസന രംഗത്ത് ഏറെ നാഴികക്കല്ലായേക്കാവുന്ന പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതി എങ്ങുമെത്തിയില്ല. 2011 ചെറുവിമാനത്താവളം തുടങ്ങുന്നതിന് പെരിയ കനിംകുണ്ടിൽ സർക്കാർ അംഗീകാരം നൽകിയത്. BRDCക്കായിരുന്നു പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല. 2012 സിയാൽ സാധ്യതാ പഠന റിപ്പോർട്ടും നൽകി. അതിനിടെ ജില്ലാ പഞ്ചായത്ത് ബജറ്റിൽ 10 ലക്ഷം രൂപ നീക്കിവെച്ചു. പങ്കാളിത്തത്തോടെ ചെറുവിമാനത്താവളം നിർമ്മിക്കുന്നതിനായിരുന്നു പദ്ധതിയിട്ടത്. എന്നാൽ അതും ലക്ഷ്യം കാണാതെ പോയി. വിമാനത്താവളത്തിന് 80.41 ഏക്കർ സ്ഥലമാണ് കനിംകുണ്ടിൽ കണ്ടെത്തിയത്. 51.65 ഏക്കർ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും 28.76 ഏക്കർ സർക്കാർ ഭൂമിയുമായിരുന്നു. ചെറുവിമാനത്താവളം വന്നാൽ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമായ ബേക്കൽ, കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരം, രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേന്ദ്ര സർവകലാശാല, വിവിധ വിമാനത്താവളങ്ങളിലേക്കുള്ള യാത്ര എന്നിവ എളുപ്പത്തിലാവും. 2019 സർക്കാർ നിർദ്ദേശപ്രകാരം തുമ്പി ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ക്യാപ്റ്റൻ KNG നായർ നടത്തിയ സാധ്യതാ പഠനമാണ് ഏറ്റവും ഒടുവിലായി നടന്ന നീക്കം. പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതി കാസർഗോഡിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമായ ഒരു പദ്ധതിയാണ്. ഇതൊരു ഡ്രീം പ്രോജക്റ്റാണ്. അങ്ങനെ ഒരു സ്ഥലത്തും കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ, ഈവൻ കർണാടക ഗവൺമെൻറ് ഈസ് പ്ലാനിങ് ചെറുവിമാനത്താവളം സിറ്റി ടു സിറ്റി. അപ്പം നമുക്കിവിടെ ഇങ്ങനൊരു പദ്ധതി വന്നാൽ തീർച്ചയായിട്ടും നാടിൻ്റെ വികസനത്തിന് അതിനാക്കം കൂട്ടും. അത് എല്ലാ മേഖലയും, എല്ലാവിധ മേഖലകളിലും, കാർഷിക മേഖലകളിൽ, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം എന്നുവേണ്ട എല്ലാ വികസനത്തെ ഇത് ഡയറക്റ്റ്ലി ബാധിക്കുന്നതാണ്. ഉയർച്ച നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിന് സ്ഥലമുണ്ട്, ആരെയും പുറത്താക്കേണ്ട ആവശ്യം വരുന്നില്ല, അവിടെയുള്ള ജനങ്ങൾക്ക് യാതൊരു ഇഷ്യൂ ഇല്ല. അങ്ങനെ ഒരു പദ്ധതി ഇതിപ്പം എല്ലാ വർഷവും ബഡ്ജറ്റ് പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. ബട്ട് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എല്ലാവർക്കും പെരിയ എയർഷിപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്നതല്ലാതെ വേർ ഈസ് ദ പ്രോബ്ലം, എവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് നമ്മുടെ സർക്കാർ ആലോചിക്കുകയാണ്. സർക്കാർ ഒത്തിരി ഇൻട്രസ്റ്റ് എടുത്തതാണ്. അതിന് ഫീസിബിലിറ്റി സർവേ കഴിഞ്ഞിട്ട് തന്നെ ഇപ്പം ഒരു 4 വർഷത്തിൽ മേലെയായി. സ്ഥലമെല്ലാം റെഡിയുണ്ട്. അപ്പോൾ ആ പദ്ധതി വന്നു കഴിഞ്ഞാൽ ജില്ലയ്ക്ക് ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്നതാണ്. നമ്മുടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്ത്, കാസർഗോഡ് ജില്ലക്കകത്ത് പുല്ലൂർ പെരിയ പഞ്ചായത്തിനകത്ത് കൈക്കോട്ട് കൊണ്ട് വലിയ വെള്ളം പ്രദേശത്ത് ഒരു മിനി എയർ സ്ട്രിപ്പ് വരുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ പദ്ധതി ഇന്നും യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴായി നമ്മൾ നിയമസഭയിൽ ബഡ്ജറ്റിൽ ഫണ്ട് മാറ്റിവെക്കുന്നതും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് മാറ്റിവെക്കുന്നതും ഒക്കെ പറയുന്നതല്ലാണ്ട് ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. ഇതൊരു വലിയ പ്രോജക്റ്റാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, എല്ലാവരും ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ്. പക്ഷേ എന്ത് തന്നെയായാലും ഈ പദ്ധതിക്ക് വേണ്ടി കടലാസിലെ പദ്ധതി ആയിട്ട് മാറിയിരിക്കുകയാണ്. കാരണം സ്ഥലം അക്വയർ ചെയ്തിട്ട് പോലുമില്ല. ഇത് സ്കെച്ച് ഉണ്ടാക്കി വെച്ച്, ഭൂമിയുടെ ഒരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് 81 ഏക്കർ അളന്ന് തിട്ടപ്പെടുത്തി
ഒരു സ്കെച്ച് ഉണ്ടാക്കിയാൽ മാത്രം, അത് ഏറ്റെടുത്തിട്ടില്ല. അതാണ് ഇതിൻ്റെ വസ്തുത. ഇതിൽ 81 ഏക്കറയാണ് സ്കെച്ച് ചെയ്തിരിക്കുന്നത്. അതിൽ 56 ഏക്കറ പ്രൈവറ്റ് വ്യക്തികളും 24 ഏക്കറ ഗവൺമെൻറ് ലാൻഡുമാണ് ഉള്ളത്. അപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാകണമെന്ന് തന്നെയാണ് പ്രദേശവാസികളായ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇവിടെ ഒരുപാട് ടൂറിസം സാധ്യതയും യൂണിവേഴ്സിറ്റികളും പല വ്യവസായങ്ങളും വരുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ടൂറിസം മേഖലയിൽ തന്നെ 7 സ്റ്റാർ കാറ്റഗറിയിലെ ഹോട്ടലുകൾ ഒരുപാട് നമ്മളെ ജില്ലക്കകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു മുതൽക്കൂട്ട്, ഒരു ടൂറിസം വളർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു എയർ സ്ട്രിപ്പായി മാറ്റണം എന്ന് തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഉഡാൻ പദ്ധതിയിൽ പല സംസ്ഥാനത്തും എയർ സ്ട്രിപ്പുകൾ ഇതുപോലെ നടപ്പാക്കിയിട്ടുണ്ട്. സിക്കിമിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ ഒരു കുന്നും ചരിവിലാണ് ഈ എയർ സ്ട്രിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടെ വിമാനത്താവളം ഒരുക്കാനായിരുന്നു സർക്കാർ നീക്കം. സ്ഥലം വിട്ടു നൽകാൻ ഭൂവുടമകൾ സന്നദ്ധരായതും റൺവേക്കായി കുന്നുകൾ ഇടിക്കേണ്ടി വരാത്തതും സമീപ ജില്ലകളിലെ വിമാനത്താവളങ്ങളും പദ്ധതിക്ക് അനുകൂല ഘടകമാണ്. ഓരോ സംസ്ഥാന ബജറ്റിലും പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതിക്കായി തുക നീക്കിവെക്കാറുണ്ട്. എന്നാൽ തുടർ പ്രവർത്തികൾ നടത്താറില്ല. ജില്ലയിലെ ടൂറിസം വികസന സാധ്യത കൂടി കണക്കിലെടുത്ത് പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാടക് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുതിർന്ന നാടക പ്രവർത്തകരുടെ സംഗമം 6 രാവിലെ 9 മുതൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. അഭിനയ പഴമക്കുരു പെരുമ എന്ന പരിപാടി ശില്പികനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. നാടക് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുതിർന്ന നാടക പ്രവർത്തകരുടെ സംഗമം 6 രാവിലെ 9 മണി മുതൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. അഭിനയ പഴക്കമൊരു പെരുമ എന്ന പരിപാടി ശില്പി കാനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. PVK പനയാൽ അധ്യക്ഷനാവും. മുതിർന്ന നാടക പ്രവർത്തകർ നാടകാനുഭവം പങ്കുവയ്ക്കും. നാടക പ്രവർത്തകരുടെ കൂട്ടായ്മയായ നാടക് ജില്ലാ കമ്മിറ്റി മുതിർന്ന നാടക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക. 6-ാം തീയതി രാവിലെ 9 മണി മുതൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് പരിപാടി. നാടക് എന്ന സംഘടനയെ പറ്റി നിങ്ങളോട് പ്രത്യേകിച്ച് പറയുന്നതില്ലാന്ന് തോന്നുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും നാടക പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള നല്ല നാടകങ്ങൾ ഉണ്ടാക്കാനും നാടക പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും വേണ്ടി രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് നാടക്. ഉച്ചയ്ക്ക് 3 മണിക്ക് സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നാടക പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഭാകരൻ ചാലിങ്കാൽ, EV ദാമോദരൻ, നന്ദകുമാർ മാണിയാട്ട്, വിജയൻ കാടകം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്ര പ്രസിദ്ധമായ പൂച്ചക്കാട് മകാം ഉറൂസ് ഏപ്രിൽ 10 മുതൽ 20 വരെ നടക്കും. സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം തബാസ്കോ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ ബഷീർ മാളികയിൽ നിർവഹിച്ചു. ചരിത്ര പ്രസിദ്ധമായ പൂച്ചക്കാട് മഖാം ഉറൂസ് ഏപ്രിൽ 10 മുതൽ 20 വരെ തീയതികളായി നടക്കും. സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം നടന്നു. തബാസ്കോ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ ബഷീർ മാളികയിൽ നിർവഹിച്ചു. പൂച്ചക്കാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ കുടുംബം മാളികയിൽ കുടുംബം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഒട്ടേറെ പറയാനുണ്ട് ഈ പ്രദേശത്തെ പറ്റിയെങ്കിലും ഞാൻ കുറച്ചേ പറയുന്നുള്ളൂ. കാരണം എനിക്ക് 3 മണിക്ക് റിയൽ എസ്റ്റേറ്റ് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പേരിലുള്ള ഇത്രയും നിറഞ്ഞ ആയിരത്തി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ഉറൂസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ചടങ്ങിൽ ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ PK മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ KC ഷാഫി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് പൂച്ചക്കാട് ഖത്തീബ് അബു ഷമാസ്, റഫീഖ് ഫൈസി എന്നിവർ പ്രാർത്ഥന നടത്തി. സോളാർ കുഞ്ഞാമദ് ഹാജി, തർക്കാരി മുഹമ്മദ് കുഞ്ഞി ഹാജി, മാഹിൻ പൂച്ചക്കാട്, കപ്പണ അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആവിക്കര ALP സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആവിക്കര ALP സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഈ ആവിക്കര സ്കൂളിൽ എല്ലാവരുടെ ആശംസകൾ നേരുന്നു. കൂടാതെ ഇവിടെ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നതരിക്കാൻ നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയെ എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. ഈ സമയത്ത് ഇവിടെ പഠിച്ച കുട്ടികളെ ഓർത്ത് ആദരിക്കാൻ
നമ്മുടെ സ്കൂളിലത്തെ അധ്യാപകർക്ക് കഴിഞ്ഞത് ഏറെ അഭിമാനകരമാണ്. വാർഡ് കൗൺസിലർ AK ലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് സ്നേഹലത KV റിപ്പോർട്ട് അവതരണം നടത്തി. H ശിവദത്ത്, നൌഷാദ് K, AK ശശികുമാർ, ആശ, ജ്യോതി, മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് സ്നേഹലത സ്വാഗതവും SRG കൺവീനർ ഷീബ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കലാസന്ധ്യ ഏറെ ശ്രദ്ധേയമായി. അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കളും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഭാഷയറിയാതെ നൃത്തത്തിനൊപ്പം ചുവടുവെക്കുമ്പോൾ കലാപരിപാടികൾക്ക് മാറ്റിത്തിരികൂടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊടവടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയുടെ 50ാമത് വാർഷികാഘോഷം സുവർണോത്സവം 2025 തിരിതെളിഞ്ഞു. ക്ഷേത്രതന്ത്രി IK കൃഷ്ണദാസ് വാഴന്നൂർ ഉദ്ഘാടനം ചെയ്തു. പൊടവടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയുടെ 50ാമത് വാർഷികാഘോഷം സുവർണോത്സവം 2025 ഉദ്ഘാടന സഭ നടന്നു. ഒരു വർഷക്കാലം വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തി ആഘോഷിക്കുന്ന ചടങ്ങ് ക്ഷേത്രതന്ത്രി AK കൃഷ്ണദാസ് വാഴുന്നവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തലേ ദിവസം രാത്രി മാലയിട്ട് പിറ്റേ ദിവസം രാവിലെ ശബരിമലയ്ക്ക് പോയി 3ാമത്തെ ദിവസം രാവിലെ ഇവിടെയുണ്ടാവും, ആൾക്കാർ ഇവിടെയുണ്ടാവും. അതുപോലത്തെ ഒരു കാര്യത്തിൽ കൂടിയിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ അയ്യപ്പനെ ഭക്തിയോടുകൂടി സ്നേഹിച്ചാൽ മാത്രമേ, പല ആൾക്കാരും പമ്പയിൽ പോയിട്ട് അടുത്ത് കെട്ടു നിറഞ്ഞിട്ട് ശബരിമലയ്ക്ക് പോകുന്നതാണ്. എന്നിരുന്നാലും ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ, അവിടെ പുറത്ത് നോക്കുമ്പോൾ ഒരാളെയും കണ്ടില്ല. പക്ഷേ ഇവിടെ കയറിയപ്പോൾ, പ്രത്യേകിച്ചും ഈ ഹോളിൽ കയറിയപ്പോൾ എനിക്ക് വളരെ അധികം സന്തോഷം തോന്നി. കാരണം ഇത്രയും ആൾക്കാർ ഈ പ്രദേശത്ത് അയ്യപ്പനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റിയ ആൾക്കാരാണ്. കൂടുതലും അമ്മമാരാണ്. അതിൽ ഏറെ സന്തോഷമുണ്ട്. നമുക്ക് ലോകത്ത് പകരം വെക്കാനില്ലാത്ത ഒരു സംഭവമാണ് അമ്മ. അമ്മ എന്ന രണ്ടക്ഷരം എന്ന് പറഞ്ഞ പാട്ട് കേട്ടി. അമ്മ എന്ന രണ്ടക്ഷരം, അമ്പലം ഇത് പൊന്നമ്പലം. ആഘോഷ കമ്മിറ്റി ചെയർമാൻ V മാധവൻ നായർ ബാലൂർ അധ്യക്ഷത വഹിച്ചു. സുവർണോത്സവം സമ്മാനനിധി V നാരായണൻ നായർ അടുക്കത്തുവയൽ വ്യവസായ പ്രമുഖൻ ഡോക്ടർ മണികണ്ഠൻ മേലത്തിന് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ നിർമ്മിക്കുന്ന ഊട്ടുപുര നിർമ്മാണത്തിന്റെ ആദ്യ ഫണ്ട് വേങ്ങയിൽ തറവാട് കാരണവർ V അമ്പൂഞ്ഞി നായർ ക്ഷേത്രം തന്ത്രി കൃഷ്ണദാസ് വാഴുന്നവർക്ക് സമർപ്പിച്ച് നിർവഹിച്ചു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി V നാരായണൻ നായർ, മണികണ്ഠൻ മേലത്ത്, ദാമോദരൻ ആർക്കിടെക്ട്, V ബാലകൃഷ്ണൻ നായർ, സുകുമാരൻ നായർ മാവുങ്കാൽ, M മാധവൻ നായർ പൊടവടുക്കം, A നാരായണൻ നായർ പുതിയകണ്ഠം, K നാരായണൻ നായർ, പവിത്രൻ നിട്ടൂർ, അശോകൻ ഇടയില്യം, T കൃഷ്ണൻ, കുഞ്ഞിക്കേളു നായർ, ചന്ദ്രവതി അരയളം, MC മോഹനൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ സുരേഷ് കോട്ടക്കുന്ന് സ്വാഗതവും ശശിധരൻ തട്ടുമ്പൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലഹരിക്കെതിരെ ധാർമ്മിക മുന്നേറ്റവും ബോധവത്കരണവും അനിവാര്യമെന്ന് യഹ്യ തളങ്കര KMCC നടത്തിയ ലഹരിവിരുദ്ധ സന്ദേശയാത്ര വ്യത്യസ്തവും വേറിട്ടതുമായി. വർത്തമാനകാലത്ത് പ്രായഭേദമന്യേ ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴുന്ന ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥ തുറന്നു കാട്ടിക്കൊണ്ടും ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ സന്ദേശവുമായി ലഹരിക്കെതിരെ ധാർമ്മിക മുന്നേറ്റം എന്ന പ്രമേയത്തിൽ ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടത്തിയ യാത്ര ശ്രദ്ധേയമായി. കുടുംബങ്ങളെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചത്. വിവിധ കേന്ദ്രങ്ങളിലായി വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചു. ദുബായ് KMCC ജനറൽ സെക്രട്ടറി യഹ്യ തളങ്കര ഉദ്ഘാടനം ചെയ്തു. വെൽഫിറ്റ് മനാറിൽ ചേർന്ന സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് സലാം കന്യാപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി TR ഹനീഫ സ്വാഗതം പറഞ്ഞു. പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഷംസു മാസ്റ്റർ ബോധവൽക്കരണം നടത്തി. KMCC സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, അഫ്സൽ മുട്ടമ്മൽ, ഡോക്ടർ ഇസ്മായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ യൂത്ത് വോയ്സ് പടിഞ്ഞാറിന്റെ 10ാം വാർഷികവും പെരുന്നാളും അനുബന്ധിച്ച് ജില്ലാ ആശുപത്രി, ഐഷാൾ ഹോസ്പിറ്റൽ, അരിമല ക്ലിനിക് എന്നിവിടങ്ങളിലെ മുഴുവൻ രോഗികൾക്കും സഹായികൾക്കും ജീവനക്കാർക്കും ഉച്ചഭക്ഷണ വിതരണം നടത്തി യൂത്ത് വോയ്സ് പ്രവർത്തകർ മാതൃകയായി. നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ യൂത്ത് വോയ്സ് പടിഞ്ഞാറിന്റെ 10ാം വാർഷികവും പെരുന്നാളും അനുബന്ധിച്ച് ജില്ലാ ആശുപത്രി, ഐഷാൾ ഹോസ്പിറ്റൽ, അരിമല ക്ലിനിക് എന്നിവിടങ്ങളിലെ മുഴുവൻ രോഗികൾക്കും സഹായികൾക്കും ജീവനക്കാർക്കും ഉച്ചഭക്ഷണ വിതരണം നടത്തിയാണ് യൂത്ത് വോയ്സ് പ്രവർത്തകർ മാതൃകയായത്. വാർഷികത്തോടനുബന്ധിച്ച് അർബുദബാധിതരായ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും തിരിച്ച് വീട്ടിലെത്തിക്കുന്നതിനും തികച്ചും സൗജന്യമായി ആംബുലൻസ് സേവനവും യൂത്ത് വോയ്സ് പ്രവർത്തകർ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടുകൾ സംസ്ഥാനത്തെ LDF സർക്കാർ വെട്ടിക്കുറിച്ചുവെന്ന് ആരോപിച്ച് തൃക്കരിപ്പൂർ പഞ്ചായത്ത് UDF കമ്മിറ്റി നേതൃത്വത്തിൽ ടൗണിൽ രാപ്പകൽ സമരം നടത്തി. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. പ്ലാനിംഗ് കമ്മീഷനെ നോക്കുകുത്തിയായി കിഫ്ബിയെ കുടിയിരുത്തിയ സംസ്ഥാന സർക്കാർ ഇതിന്റെ പേരിലും ജനങ്ങളുടെ മേൽ ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണെന്ന് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ ആരോപിച്ചു. മത്സരിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് കയറിയ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ തലവനല്ലേ? ഒരു പ്രാദേശിക സംവിധാനം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണമാണ്. സർക്കാരിന്റെ അതിന്റെ കൃത്യമായ കൃത്യപ്പെടുത്തൽ, സർക്കാരിന് അതിന് കൃത്യമായ വിലയിരുത്തൽ, അതിന്റെ ആഖ്യാനം അങ്ങനെയാണ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഒരു സർക്കാർ ഏജൻസിയെ പോലെ ഈ പഞ്ചായത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഒരു കാര്യവുമില്ല. സർക്കാർ എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ എന്നതുപോലെ ഒരു ഏജൻസിയെ പോലെ പഞ്ചായത്തിനെ മാറ്റുകയാണ്. ഇത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ അതിന് നോക്കുകുത്തിയാക്കി മാറ്റുന്ന പ്രവണതയാണ് പ്രിയപ്പെട്ടവരെ. 3 പതിറ്റാണ്ടിലധികമായി പ്രാദേശിക ഭരണകൂടങ്ങളിലൂടെ ജനങ്ങളുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ക്രമമായി നടന്നുവരുന്നതിന് അനുവദിച്ചിരുന്ന ഫണ്ടുകൾ ഇപ്പോൾ വെട്ടിക്കുറച്ചത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് UDF ചെയർമാൻ PP റഷീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പഞ്ചായത്ത് UDF ചെയർമാൻ TP അഹമ്മദ്, EV ദാമോദരൻ, P കുഞ്ഞിക്കണ്ണൻ, KV വിജയൻ, C രവി, സത്താർ വടക്കുംപാട്, PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, KP ദിനേശൻ, EM ആനന്ദവല്ലി, VV അബ്ദുള്ള ഹാജി, C ചന്ദ്രമതി, OT അഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് MTP കരീം, PKM കുട്ടി എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച രാവിലെ 8 മണിയോടെയാണ് രാപ്പകൽ സമരം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മനുഷ്യർക്കൊപ്പം ഭൂമിയിൽ വസിക്കുന്നതിന് അവകാശവും അർഹതയുമുള്ള പക്ഷിമൃഗാദികളെ ഉഷ്ണതരംഗത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് സാധ്യമായത് ബോധ്യപ്പെടുത്തുന്നതിന് വിദ്യാർത്ഥികൾക്കായി ഹ്യൂമൻസ് വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടനയും കാസർഗോഡ് ഫയർഫയൽസും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും സംഘടിപ്പിച്ച ക്യാമ്പ് തുടങ്ങി. കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന ശീർഷകത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. മൃഗങ്ങളെയും പക്ഷികളെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് കുഞ്ഞുപ്രായത്തിലെ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുക എന്ന മുഖ്യ ലക്ഷ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ദുരന്തവേളകളിൽ മൃഗങ്ങൾക്ക് മരുന്നും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് മുഖ്യ നേതൃത്വം വഹിച്ചു വരുന്ന ഹ്യൂമൻ വേൾഡ്സ് ഫോർ ആനിമൽസ് ഇന്ത്യ വിവിധ മേഖലകളിൽ ബോധവൽക്കരണവും നടത്തിവരുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളിൽ കേരള പ്രൊജക്ട് കോർഡിനേറ്റർ നൈനാസ് കറിയ നേതൃത്വം വഹിക്കും. വലിയപറമ്പിൽ നടന്നുവരുന്ന ക്യാമ്പിൽ കാസർഗോഡ് ഫയർ ഫ്ലൈസിനായി പ്രോഗ്രാം കോർഡിനേറ്റർ UV ദീക്ഷിതാണ് ഏകോപിപ്പിക്കുന്നത്. 2015 മുതൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടന കാസർഗോഡ് യുവജന ശാക്തീകരണ സംഘടനയായ ഫയർ ഫ്ലൈസും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തുമായി ചേർന്നാണ് 2 ദിവസത്തെ ക്യാമ്പ് നടത്തുന്നത്. 4 വർഷമായി വയനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ വേൾഡ്സ് ഫോർ ആനിമൽസ് പ്രകൃതി ദുരന്തം നടന്ന ചൂരൽമലയിലും മുണ്ടക്കയിലും മുഴുവൻ സമയ സേവനം നടത്തിയിട്ടുണ്ട്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവയുടെ സഹകരണത്തോടെ വിവിധ ക്ലാസുകൾ നടത്തിവരുന്നുണ്ട്. 4 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന 30-ൽ പരം വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ ഉദ്ഘാടനം ചെയ്തു. വീട്ടിനടുത്ത് തോടില്ല, തോട് ചെറിയ എപ്പോഴെങ്കിലും തോട്ടിന്റെ വക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സത്യം പറയണം,
എന്നിട്ട് നിങ്ങൾ നമ്മുടെ തോർത്തില്ലേ കുളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന തോർത്ത്, ആ തോർത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ചെറിയ കണ്ണിച്ച എന്ന് പറയുന്നത് അതിങ്ങനെ പിടിച്ചിട്ട് ഇതിനെ അതിന് പോലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയോ? ഇല്ല, കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് പഴയ കാലത്തെ നമ്മളെ സ്കൂൾ കുട്ടിയാല് നമ്മ ആദ്യം ഓടിച്ചാടി പോകുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മളെ മക്കൾക്ക് അതിന് സമയമില്ല, അതിന് ഭാഗ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ഖാദർ പാണ്ഡ്യാല, ഡോക്ടർ അന്ന അമീർ, സി കുമാരൻ മാസ്റ്റർ, ബി യു ദീക്ഷിത്, എൻ കെ മുഹമ്മദ് കുഞ്ഞി, സി കെ ലത, അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ആദ്യ ദിവസം ചെയ്ത ചിത്രരചന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ചാർട്ടുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. രക്ഷിതാക്കൾക്കൊപ്പം പൊതുജനങ്ങൾക്കും ഞായറാഴ്ച പ്രദർശനം കാണാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥയുമായി കാസർഗോഡ് കാരക്കോട്ടെ സാബു. 10 വർഷത്തിലേറെയായി പച്ചക്കറി കൃഷി ചെയ്തുവരുന്ന സാബുവിനെ തേടി നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. പിതാവിന്റെ പാത പിന്തുടർന്നാണ് മടിക്കൈ പഞ്ചായത്തിലെ കാരാക്കോട്ടെ സാബു പച്ചക്കറി കൃഷിയെ സ്നേഹിച്ചു തുടങ്ങിയത്. വിദ്യാഭ്യാസ ജീവിത കാലഘട്ടത്തിൽ പഠനം കഴിഞ്ഞു വന്നാൽ പിതാവിന്റെ കൂടെ കൃഷിയിടത്തിൽ സജീവമായിരുന്നുവെന്ന് സാബു പറയുന്നു. ടാക്സി ഡ്രൈവറായി ജോലി നോക്കിയിരുന്നെങ്കിലും മാതാപിതാക്കളുടെ വിയോഗത്തിനു ശേഷം ഒരു സമ്പൂർണ്ണ കർഷകനായി മാറുകയായിരുന്നു. ഇത്തവണ സ്വന്തമായി 4 ഏക്കറിലാണ് കൃഷി. ഇതിൽ 1.5 ഏക്കറോളം പച്ചക്കറികളാണ്. പയർ, വെണ്ട, വഴുതന, ചീര, പച്ചമുളക്, വെള്ളരി, നാടൻ ഹൈബ്രിഡ് തണ്ണിമത്തനുകൾ, കക്കിരി, ചോളം, പടവലം, കോവയ്ക്ക കൂടാതെ കൂർക്കയും കൃഷി ചെയ്തു വരുന്നു. കൃഷി ഒരിക്കലും നഷ്ടമല്ലെന്നും അത് ചെയ്യുന്ന രീതികൾക്കനുസരിച്ചായിരിക്കും വിജയമെന്നും സാബു പറയുന്നു. കൃഷി എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ കൃഷി ചെയ്യുന്നുണ്ട്. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലം മുതൽ തന്നെ കൃഷിയോട് അച്ഛൻ നമ്മുടെ ഇവിടുത്തെ ഒരു നല്ലൊരു ജൈവ കൃഷിക്കാരനായിരുന്നു. നമ്മുടെ ചുറ്റുപാടിലെ സ്ഥലമെല്ലാം പല സ്ഥലത്തും പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് ഇങ്ങനെ കയ്പ, നരമ്പൻ, പടവലം ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും പാട്ടത്തിനെടുത്തിട്ട് അച്ഛൻ്റെ കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാഴ്ചപ്പാടിലോടുകൂടി കണ്ടു വളർന്നതിനെയാണ് നമ്മൾ കൃഷിയിലേക്ക് തന്നെ ആകർഷണമാകുന്നത്. അപ്പോൾ സ്കൂൾ പഠിത്തം കഴിഞ്ഞാലും വൈകുന്നേരം വന്നിട്ടും ഇതുപോലെ കൃഷിയുടെ കൂടെ തന്നെ നമ്മൾ അച്ഛൻ്റെ കൂടെ എല്ലാം നിൽക്കും. പക്ഷേ കഴിഞ്ഞ ശേഷം പിന്നെ അച്ഛൻ്റെ മരണം, അച്ഛനും അമ്മയും രണ്ടാളും ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം മരണത്തിന് ശേഷം ഞാൻ പൂർണ്ണമായിട്ടും ഞാൻ കൃഷിയിലേക്ക് തന്നെ ഇറങ്ങി. മുമ്പ് ഞാൻ ടാക്സി ഡ്രൈവറായിട്ടും കാഞ്ഞങ്ങാട് ടൗണിൽ ടാക്സി ഡ്രൈവറായിട്ടും ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവറായിട്ടെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് പൂർണ്ണമായിട്ടും കൃഷിയിലേക്ക് തന്നെ ആയി. കഴിഞ്ഞ വർഷം വരെ 10-12 ഏക്കർ പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്തുകൊണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ 12 ഏക്കറോളം പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 25 ഇനങ്ങളോളം പച്ചക്കറികളാണ് ഉത്പാദിപ്പിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ ജോലിക്കാരെ വെച്ചായിരുന്നു കൃഷിയെങ്കിൽ ഇത്തവണ തനിച്ചാണ്. ചൂട് കൂടിയതിനാൽ രാവിലെയും വൈകിട്ടും പരിചരണം ആവശ്യമായി വരുന്നു. 2 നേരങ്ങളിൽ വെള്ളം നനയ്ക്കും. പൂർണ്ണമായും ജൈവരീതിയിലാണ് പച്ചക്കറി കൃഷി. അക്ഷയശ്രീ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും സാബുവിനെ തേടിയെത്തിയിട്ടുണ്ട്. ഭാര്യ അമ്പിളിയും കാഞ്ഞങ്ങാട് ക്രൈസ്റ്റ് സ്കൂളിലെ 4ാം തരം വിദ്യാർത്ഥിനി ഏഞ്ചലും കൃഷിയിൽ സാബുവിന് പിന്തുണയായി രംഗത്തുണ്ട്. കാർഷിക ജീവിതത്തോടൊപ്പം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലും സജീവമാണ് സാബു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ലഹരിക്കെതിരെ ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയും ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും സംയുക്തമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ശ്രീ നിത്യാനന്ദ യുവജന സേവാ സമിതിയും ഹോസ്ദുർഗ് ജനമൈത്രി പോലീസും സംയുക്തമായി ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ദിനം പ്രതി ആളുകൾ കൊല്ലപ്പെടുകയാണ്. 5 പേരെ കൊന്നുകൊണ്ട് ഒരു ചുറ്റികയും എടുത്ത് 23 വയസ്സുകാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് നിർവികാരതയോടെ പറയുകയാണ്, ഒരാളെ കൊല്ലാൻ ബാക്കിയുണ്ട്. കേരളത്തിൻ്റെ ഒരു പുതിയ തലമുറയുടെ ചിത്രമാണ്. കേരളത്തിലെ യുവത്വം തലകുനിച്ചിരിക്കുന്ന യുവത്വമാണ്. ആ യുവത്വത്തിന് ഒന്നിനെയും ഒരു വെല്ലുവിളിയെയും നേരിടാൻ സാധിക്കാത്ത വിധത്തിൽ ലഹരിയിലേക്ക് മുങ്ങിപ്പോവുകയാണ്. ലഹരിമുക്തമായ ആരോഗ്യമുള്ള കായികക്ഷമതയുള്ള യുവത്വത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ രക്ഷാധികാരി ജയദേവൻ അധ്യക്ഷത വഹിച്ചു. 1ാം സ്ഥാനക്കാർക്കുള്ള പ്രൈസ് സ്പോൺസർ ചെയ്ത ദുബായ് ടയേഴ്സ് മാണിക്കോത്തിൽ നിന്നും സമിതി രക്ഷാധികാരി ഗംഗാധർ ജി റാവു ക്യാഷ് ഏറ്റുവാങ്ങി. തുടർന്ന് CI അജിത് കുമാർ കളിക്കാരെ പരിചയപ്പെടുകയും അവരോടൊപ്പം ബാറ്റ് ചെയ്യുകയും ചെയ്തു. ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥർ, ക്ലബ് ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലെ ബദരിയ നഗർ ഗ്രൗണ്ടിൽ 24ഓളം ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ഏപ്രിൽ 5, 6 തീയതികളിലായാണ് നടക്കുന്നത്. ലഹരിക്കെതിരെ ഹോസ്ദുർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ ഏകോപിപ്പിച്ച് വ്യത്യസ്തമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ SNYSS പ്രസിഡന്റ് സിദ്ധാർത്ഥ് സ്വാഗതവും ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന്റെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യം. കേരള വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി നിവേദനങ്ങൾ നൽകി. പ്ലാനിംഗ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി അതിനു പകരം കിഫ്ബിയെ കുടിയിരുത്തുന്നവർ ആ കിഫ്ബിയുടെ പേരിലും ജനങ്ങൾക്ക് മേൽബാധ്യത അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. രാപ്പകൽ സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ ഓഫീസിനു മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിറകുമുളക്കാത്ത കാസർഗോഡ് പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതി. അനുകൂല ഘടകങ്ങൾ ഏറെ ഉണ്ടായിട്ടും 1 പതിറ്റാണ്ടിലേറെ കാലമായി പൊടിപിടിച്ചു കിടക്കുകയാണ് ഈ സ്വപ്ന പദ്ധതി. നാടക് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുതിർന്ന നാടക പ്രവർത്തകരുടെ സംഗമം 6-ന് രാവിലെ 9 മുതൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. അഭിനയ പഴമക്കുരു പെരുമ എന്ന പരിപാടി ശില്പികനായി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. ചരിത്ര പ്രസിദ്ധമായ പൂച്ചക്കാട് മകാം ഉറൂസ് ഏപ്രിൽ 10 മുതൽ 20 വരെ നടക്കും. സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം തബാസ്കോ ഹോൾഡിംഗ് മാനേജിംഗ് ഡയറക്ടർ ബഷീർ മാളികയിൽ നിർവഹിച്ചു. ആവിക്കര ALP സ്കൂൾ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K പ്രഭാവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊടവടക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭരണസമിതിയുടെ 50ാമത് വാർഷികാഘോഷവും സുവർണോത്സവം 2025-ന് തിരിതെളിഞ്ഞു. ക്ഷേത്രതന്ത്രി AK കൃഷ്ണദാസ് വാഴന്നൂർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.